ആത്മഹത്യ ചെയ്ത ആളുകളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ബന്ധപ്പെട്ട വീടുകളിൽ അവരുടെ സ്വന്തക്കാർക്കൊക്കെ ഒരുപാട് വേദനയും അതോടൊപ്പം അങ്ങനെയുള്ള ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഭയിൽ അതിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി തരാമോ? ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ ആത്മഹത്യ ചെയ്ത വ്യക്തികളുടെ ആത്മരക്ഷയെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുകയും അതേക്കുറിച്ച് അവർ കൂടുതലായിട്ട് ആകുലപ്പെടുകയും ചെയ്യാറുണ്ട്. അവർ നിത്യരക്ഷ പ്രാപിക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2283 ഒരു വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളതേക്കുറിച്ച് കൂടുതലായിട്ട് ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കണം. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വിശ്വസിക്കണം. സാറൊന്ന് വായിക്കാം 2283. സ്വയം ജീവനൊടുക്കിയ വ്യക്തികളുടെ നിത്യരക്ഷയെക്കുറിച്ച് നാം നിരാശപ്പെടരുത്. തൻ്റെ നിഗൂഢമായ വഴികളിലൂടെ അവർക്ക് രക്ഷാകരമായ പശ്ചാത്താപത്തിൻ്റെ അവസരം നൽകാൻ ദൈവത്തിന് കഴിയും. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. അതായത് ആ നിമിഷം, മരണത്തിൻ്റെ നിമിഷം അദ്ദേഹം പശ്ചാത്തപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ദുഃഖിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ് 2282 ഖണ്ഡികയിൽ, മതബോധനത്തിലെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുകയുണ്ടായി. ഇതിൽ ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്വത്തെ ചില സാഹചര്യങ്ങളിൽ ലഘൂകരിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സറിയുന്നത്, ഹൃദയം അറിയുന്നത് എല്ലാ മനുഷ്യരെക്കാൾ ഉപരിയായിട്ടുള്ള ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ കരുണ ഒരു രക്ഷയ്ക്കുള്ള ഒരു അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് മനുഷ്യനെ നയിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതേ ഓർത്തുകൊണ്ട് നിരാശപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. സഭ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കാനായിട്ടുള്ളൊരു കാര്യം, ഇതുപോലെ തന്നെ സഭയ്ക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും അതുപോലെ കുമ്പസാരും കുർബാനയും ഒക്കെ മുടക്കുകയൊക്കെ ചെയ്ത ആളുകൾ ഉണ്ടാകും. ഈ അവസ്ഥയിൽ അവർ മരിക്കുന്നവരും ഉണ്ടാകും ചിലർ. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ കൂടുതലായിട്ട് അവരുടെ നിത്യരക്ഷയെക്കുറിച്ചും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യനെ വിധിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയോടുകൂടി തന്നെ ജീവിക്കുക എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇതുപോലെ കുദാശകൾ മുടക്കം വ്യക്തികൾ, കുമ്പസാരം കുർബാനയൊക്കെ നിരന്തരമായിട്ട് മുടക്കിയിരുന്ന ആളുകൾക്കും ഇതുപോലെയുള്ള ക്രിസ്തീയ മുറപ്രകാരമുള്ള ശവസംസ്കാരം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം ഇല്ല. അതേസമയം ഒരു വ്യക്തി ഞാൻ വിശ്വാസിയല്ല, താൻ വിശ്വാസിയല്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും തൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ശവസംസ്കാര കർമ്മങ്ങൾ മതപരമായിട്ട് നടത്തേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം സുബോധമുള്ളപ്പോൾ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാനിക്കേണ്ടതായിട്ടുണ്ട്.